പ്രാർത്ഥിക്കാൻ ദേവാലയത്തിൽ പോയി. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ എല്ലായ്ക്കാൻ നിന്നെ വാഴ്ത്തുന്നു. ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിനൊക്കെ പ്രദാനം കൊടുത്തു വരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. ചുങ്കക്കാരനോ ദൂരത്തിൽ നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തെളിച്ചു. ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. ദൈവമേ, പാപിയായ എന്നോട് കരുണ ഉണ്ടാകണമേ എന്ന് പറഞ്ഞു. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. മറ്റവൻ അങ്ങനെയല്ല, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെട്ടു. മതി. വളരെ അനുഗ്രഹീതമായ നല്ല ഒരു പ്രാർത്ഥനയുടെ മോഡലാണ് നാം വായിപ്പാനിടയായത്. 2 പേരുടെ പ്രാർത്ഥനയാണ് നാം വായിച്ചത്. ആരൊക്കെയാണ്? പരീശന്റെ പ്രാർത്ഥനയും ചുങ്കക്കാരൻ്റെ പ്രാർത്ഥനയും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ചില ആഴ്ചകൾക്ക് മുമ്പ് കർത്താവിൻ്റെ ദാസൻ ഈ തിരുവചന ഭാഗം ആമേൻ സങ്കീർത്തനത്തിലാണെന്ന് തോന്നുന്നു ഒന്ന് തൊട്ടതായിട്ട് ഓർക്കുന്നു. സ്തോത്രം. ഒരു വ്യത്യസ്തമായ 1-2 ചിന്ത പറഞ്ഞ് കർത്തദാസന് സമയത്തെ കൈമാറുകയാണ്. സ്തോത്രം. ഇവിടെ ആമേൻ ആദ്യമായി പ്രാർത്ഥിക്കുന്നത് പരീശനാണ്. സ്തോത്രം അല്ലേ? പരീശൻ പ്രാർത്ഥിക്കുന്ന പദം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് അവൻ ദൈവമേ എന്ന് വിളിച്ചിട്ട് അവൻ തന്നോട് തന്നെ പ്രാർത്ഥിക്കുന്നു എന്നല്ല എഴുതിയേക്കുന്നേ. മതി. അവിടെ വായിക്കേണ്ടുന്ന പദം മിസ്സായി. തന്നോട് തന്നെയാണ് അവൻ എന്ത് ചെയ്യുന്നത്? പ്രാർത്ഥിക്കുന്നത്. ദൈവമേ എന്ന് വിളിച്ചിട്ട് ദൈവത്തോടല്ല പ്രാർത്ഥിക്കുന്നത്, പിന്നെ അവൻ തന്നോട് തന്നെ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ആരോടാ പ്രാർത്ഥിക്കണ്ടേ? പ്രാർത്ഥിക്കേണ്ടത് ദൈവത്തോടാണ്. ആമേൻ. ദൈവത്തിന്റെ പേര് വിളിച്ചിട്ട് താൻ തന്നോട് തന്നെ പ്രാർത്ഥിക്കുകയാണ്. താൻ പ്രാർത്ഥിച്ച പറയുന്ന പദങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ, ഞാൻ ആമേൻ ചുങ്കക്കാരനെ പോലെയല്ല, ഞാൻ വളരെ വിശേഷതയുള്ളവനാണ്, മറ്റുള്ളവരിൽ നിന്ന് ഞാൻ തികച്ചും വ്യത്യസ്തനാണെന്ന് പറഞ്ഞ് താൻ തന്നെ തന്നെ ന്യായീകരിച്ച് നീതീകരിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് പരീശന്റെ പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് രാത്രിയിലും എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ ദൈവവൈതലേ, ആമേൻ, നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്കകത്ത് നാം നമ്മെ നീതീകരിക്കുന്നതിനപ്പുറത്ത് ആമേൻ എൻ്റെ പ്രാർത്ഥന എൻ്റെ ദൈവം കേൾക്കണമെങ്കിൽ ആമേൻ ചുങ്കക്കാരൻ പ്രാർത്ഥിച്ചതുപോലെ ആമേൻ പരമാർത്ഥതയോടെ ഞാൻ ഏതുമില്ല ഒന്നുമില്ലെന്ന് പറഞ്ഞ് നാം ദൈവസന്നിധിയിൽ താഴാൻ തയ്യാറാകുമ്പോഴാണ് കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾപ്പാനിടയാകുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മൾ വളരെ പരിമിതമായ പ്രിയപ്പെട്ടവരെ ഉള്ളെങ്കിലും ഇന്ന് രാത്രി ഈ കൂടാരത്തിനകത്തൊരു നിറഞ്ഞ ദൈവസാന്നിധ്യമുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു നമ്മളിവിടെ കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഈ യോഗം കഴിഞ്ഞ് നാം മടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു നല്ല മറുപടി തന്ന് നമ്മളെ മാനിക്കാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. ഞാൻ പകൽ അല്പനേരം ഈ പ്രാർത്ഥന ഒന്ന് വായിച്ചതിനകത്ത് ചിന്തിച്ചപ്പം ആമേൻ പരീശൻ പ്രാർത്ഥിക്കുന്നത് അവനോട് തന്നെ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഇവരെ പോലെ ഒന്നുമല്ല. ഒന്നുകൂടെ ആ പദങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ നോക്കിക്കേ, ഒരു കാറ്റക്കറി ആൾക്കാരെ എല്ലാം എടുത്ത് നിരത്തി വെച്ചിട്ട് താൻ പറയുകയാണ്, ഞാൻ ഇവരെ പോലെ ഒന്നുമല്ലായികയാ, ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. എന്നിട്ട് താൻ പറയുകയാണ്, പരീശന്മാര് പഴയ നിയമത്തിന്റെ പ്രമാണം അനുസരിച്ച് വർഷത്തിൽ 1 പ്രാവശ്യം ഉപവസിക്കേണ്ടതിന് താൻ ആഴ്ചയിൽ എന്ത് ചെയ്യുന്നുണ്ട്? 2 വട്ടം ഉപവസിക്കുന്നുണ്ട്. താൻ നേടുന്നതിന്റെ ഒക്കെ പദാരം കൊടുക്കുന്നുണ്ട്. താന് ഇത് തന്നോട് തന്നെ പറയുകയാണ്, ഞാൻ മറ്റുള്ളവരെ പോലെയല്ല, ഞാൻ ദീർഘമായി പ്രാർത്ഥിക്കുന്ന, പദാരം കൊടുക്കുന്ന, ഉപവസിക്കുന്ന, അവൻ എന്തൊക്കെയോ വിശിഷ്ടമായ കാര്യങ്ങളൊക്കെ താൻ ചെയ്യുന്നു എന്ന് താൻ തന്നെ തന്നെ പുകഴ്ത്തി പറയുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, അവൻ നമ്മുടെ ഉപവാസത്തിന്റെ കൂടുതൽ കൊണ്ടോ
നമ്മുടെ പ്രാർത്ഥനയുടെ വലിയ വലിപ്പം കൊണ്ടോ ആമേൻ നാം കൊടുക്കുന്ന ദശാംശം കൊണ്ടോ ആമേൻ ഞാൻ ഇത്ര രൂപ കർത്താവിന് വേണ്ടി കൊടുത്തു എന്നൊക്കെ വലിയ ക്രെഡിറ്റോടെ പറയുന്ന ചിലരെയൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇതുകൊണ്ടൊന്നുമല്ല, അപ്പൻ തന്റെ മക്കളോട് കരുണ തോന്നുന്നത് പോലെ ദൈവത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാ? കരുണ തോന്നുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ടാണ് ജയാളിയായി നമ്മൾ നടക്കുന്നത്. സ്തോത്രം. ഈ പ്രാർത്ഥന ഞാൻ വായിച്ചപ്പോൾ ഇതിനകത്തൊക്കെ താൻ തന്നെ നീതീകരിക്കുന്നതും താൻ ചെയ്യുന്ന വലിയ കാര്യങ്ങളും ഒക്കെയാണ് താൻ എടുത്തു പറയുന്നത്. അല്ലാതെ ഈ പ്രാർത്ഥനയ്ക്കകത്ത് തൻ്റെ ഒരു ആവശ്യ കാര്യം താൻ ദൈവസന്നിധിയിൽ നിരത്തുന്നതായിട്ട് ആമേൻ കാണാൻ കഴിയുന്നില്ല. സ്തോത്രം. ഞാൻ പെർഫെക്റ്റ് ആണ്, എൻ്റെ എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്, ഞാനിതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നതല്ലാതെ എനിക്കിന്നെ ആവശ്യമുണ്ടെന്നോ ആമേൻ തന്നെ ഒന്ന് താഴ്ത്താനോ ദൈവസന്നിധിയിൽ ആമേൻ തന്നെ ഒന്ന് ആമേൻ താൻ എന്തായിരിക്കുന്നു എന്നൊന്ന് ശോധന ചെയ്യാനോ തയ്യാറാകാതെ താൻ തന്നെ ഉയർത്തി കുറേ കാര്യങ്ങൾ പറയുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവത്തോട് ഉള്ള സംഭാഷണമാണ് പ്രാർത്ഥന. നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയാൻ ആമേൻ പ്രാർത്ഥന ആവശ്യമാണ്. സ്തോത്രം. ആമേൻ. നമ്മുടെ വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ അവിടെ 3-ാം അധ്യായം 14 തൊട്ട് ഒന്ന് വായിച്ചാട്ടെ. ഗലാത്യ സഭയോട് ആമേൻ അവരുടെ മനോഭാവം അവിടെ എഴുതിയിട്ടുണ്ട്. ഒന്ന് വായിച്ച്. വെളിപ്പാട് 3-ാം അധ്യായം 14 തൊട്ടൊന്ന് വായിച്ച്. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. അവര് പറയുന്നത് ഞാൻ ധനവാനാണ്, വൈകെ സമ്പന്നനാണ്, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർഭാഗ്യവാനാണ്, അരിഷ്ടനാണ്. മതി. ശ്രദ്ധിച്ച്. ലവോദിക്ക സഭയിലെ പ്രിയപ്പെട്ടവര് അവരുടെ മനോഭാവം ഇതുപോലെയാണ്. ഞങ്ങൾ ആരാണ്? ധനവാന്മാരാണ്, സമ്പന്നന്മാരാണ്, ഞങ്ങൾക്ക് ഒന്നിനും എന്തില്ല, മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ നിർഭാഗ്യവാന്മാരാണ്, അരിഷ്ടന്മാരാണ്, ദരിദ്രരാണ്, കുരുടരാണ്, നഗ്നരാണ്, അറിയായികയാൽ. നോക്കി, അവര് പറയുന്നത് ഞങ്ങള് സമ്പന്നരാണ്. പക്ഷെ ദൈവം എന്നാ പറയുന്നത് അവരെ കുറിച്ച്? നിങ്ങൾ ദരിദ്രരാണ്, നിങ്ങൾ നിർഭാഗ്യവാന്മാരാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മൾ എന്തു പറയുന്നു എന്നുള്ളതല്ല, നമ്മെക്കുറിച്ച് ദൈവം എന്തു പറയുന്നു എന്നുള്ളത് ഇന്ന് രാത്രി നാം തിരിച്ചറിയാനിടയായിത്തീരണം. സ്തോത്രം. ഞങ്ങളെല്ലാം പെർഫെക്റ്റ് ആണ്, എല്ലാം ഓക്കെയാണ് എന്നുള്ള മനോഭാവമൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട്, കർത്താവേ അവിടുത്തെ തൃക്കണ്ണിന് മുമ്പിൽ ആമേൻ അടിയനായിരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കാൻ, എൻ്റെ തലമുറയിൽ ദൈവം പ്രവർത്തിക്കാൻ, എൻ്റെ പ്രാർത്ഥനാ വിഷയത്തിന് മറുപടി ഇല്ലാതിരിക്കാൻ കാരണമെന്താണ്, എവിടെയാണ് കുറവുകൾ സംഭവിച്ചത്, എവിടെയാണ് പരാജയമുള്ളതെന്ന് നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്ത് അറിഞ്ഞിട്ട് ദൈവസന്നിധിയിൽ ഒന്ന് യാചിക്കാൻ, ദൈവത്തോടൊന്ന് ചോദിക്കാൻ നാം തയ്യാറാകണം. അവിടെയാണ് ദൈവം നമുക്ക് മറുപടി തരുന്നത്. സ്തോത്രം. ലവോദിക്ക സഭയിലെ പ്രിയപ്പെട്ടവരെ സംബന്ധിച്ച് അവർ പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞിരിക്കുമ്പം പരിശുദ്ധാത്മാവ് പറഞ്ഞു, നിന്റെ കണ്ണിലെഴുതാൻ ലേപം, നിനക്ക് ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പ്, തീയിലൂതി കഴിച്ച പൊന്ന് നീ എന്നോട് വിലയ്ക്ക് വാങ്ങണം. അങ്ങനെയല്ല പറഞ്ഞേ? അതെ. ആമേൻ. അവര് എല്ലാം ഉണ്ടെന്ന് പറഞ്ഞിരുന്നപ്പോൾ ദൈവാത്മാവ് പറഞ്ഞു, കുഞ്ഞെ സ്വർഗത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ, നിത്യതയെ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ നോക്കുമ്പോൾ നീ ദരിദ്രനാണ്, അരിഷ്ടനാണ്, ഒത്തിരി പരിമിതികൾ നിനക്കുണ്ട്. അതുകൊണ്ട് നീ എന്നോട് യാചിക്കേണ്ട വിഷയം ഞാൻ നിന്നോട് പറഞ്ഞു തരാം. ഒന്ന്, നിന്റെ കണ്ണിലെഴുതാൻ ലേപത്തിന് വേണ്ടി. വായിച്ചേ. നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും, നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ
ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ആമേൻ. എല്ലാം ഉണ്ടെന്ന് പറഞ്ഞ പുള്ളിയോട് പരിശുദ്ധാത്മാവ് പറയുകയാ, ആമേൻ, ഞാൻ നോക്കിയിട്ടെങ്ങും ഒന്നും നിന്നിൽ കാണുന്നില്ല. ഞാൻ നോക്കുമ്പോൾ നീ ദരിദ്രനാണ്, നഗ്നനാണ്, കുരുടനാണ്, ഒത്തിരി പരിമിതികൾ നിനക്കുണ്ട്. കുഞ്ഞെ, സമ്പന്നനാകാൻ ഒരു വഴി ഞാൻ നിന്നോട് പറഞ്ഞു തരാം. നീ എന്നോട് യാചിക്കണം. എന്തിനു വേണ്ടിയാണ്? ആമേൻ. നിന്റെ കണ്ണിൽ എഴുതാൻ ലേപം വേണം, നിനക്ക് ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പ് വേണം, തീയിൽ ഊതിക്കഴിച്ച പൊന്നു നീ എന്നോട് വിലയ്ക്ക് വാങ്ങണം. കാഴ്ചപ്പാടും വിശ്വാസവും വിശുദ്ധിയുമാണ് ആമേൻ ഈ 3 കൂട്ടം കാര്യങ്ങൾ. ആമേൻ. കണ്ണിലെഴുതാൻ ലേപം കാഴ്ചപ്പാടാണെങ്കിൽ, ധരിക്കാൻ വെള്ളയുടുപ്പ് വിശുദ്ധിയാണെങ്കിൽ, തീയിൽ ഊതിക്കഴിച്ച പൊന്ന് അത് വിലയേറിയ വിശ്വാസമാണെങ്കിൽ, ദൈവാത്മാവ് ലവോദിക്ക സഭയോട് പറയുകയാണ്, ആമേൻ, എല്ലാം ഉണ്ട്. ഞാൻ ഈ പരീശൻ പറയുന്നത് പോലെ ഞാൻ പെർഫെക്റ്റ് ആണെന്ന് പറയുന്നതിനപ്പുറത്ത്, ആമേൻ, എൻ്റെ കാഴ്ചപ്പാടിനെ ഒന്ന് വർദ്ധിപ്പിക്കണമേ. ഇല്ലെങ്കിൽ എനിക്കൊരു നല്ല കാഴ്ചപ്പാട് തരണമേ. ഇല്ലെങ്കിൽ കർത്താവേ, എൻ്റെ അവിശ്വാസത്തെ മാറ്റിയിട്ട് നല്ലൊരു വിശ്വാസം എനിക്ക് തരണമേ. അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ അശുദ്ധികളെ ഞാൻ അറിയുന്ന കർത്താവേ, ഒരു നല്ല വിശുദ്ധ ജീവിതം എനിക്ക് തരണമേ എന്ന് യാചിക്കാൻ തയ്യാറാകണം. അല്ലേ? മത്തായി എഴുതിയ സുവിശേഷം 5-ാമത്തെ അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ, ആമേൻ, 5-ന്റെ 3-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പറയുന്നത്, ആത്മാവിൽ ദരിദ്രരായവരാരാണ്? ഭാഗ്യവാന്മാരാണ്. ആമേൻ. ദരിദ്രരായിട്ട്, ആത്മാവിൽ ദരിദ്രരായിട്ട് മാറാൻ തയ്യാറാകണം. ഈ ദരിദ്രന്റെ പ്രത്യേകത എന്താ? സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിച്ചു, ലവോദിക്ക സഭയോട് പറയാണ്, നീ എന്നോട് ചോദിക്കണം, യാചിക്കണം. എന്തിനു വേണ്ടി യാചിക്കണം? വെള്ളയുടുപ്പിനും പൊന്നിനും ലേപത്തിനും വേണ്ടി യാചിക്കണം. ഇവിടെ മത്തായി സുവിശേഷം 5-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ പറയാണ്, ആമേൻ, ആത്മാവിന്റെ ദാരിദ്ര്യം ഉണ്ടാകണം. ദാരിദ്ര്യം ഉണ്ടാകുമ്പോഴേ നമ്മൾ എന്ത് ചെയ്യാൻ തയ്യാറാകത്തുള്ളൂ? യാചിക്കാൻ. നമ്മൾ യാചകന്മാരെ കണ്ടിട്ടില്ലേ? അവർക്ക് ബോധ്യമായി, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എൻ്റെ കരം ശൂന്യമാണ്, അക്കൗണ്ട് ശൂന്യമാണ്, എന്നെ സഹായിക്കാൻ എനിക്ക് ആരുമില്ല. അതുകൊണ്ട് അവൻ യാചിക്കുകയാണ്, ആരെങ്കിലും എന്നെ സഹായിക്കണം, എനിക്ക് എന്തെങ്കിലും തരണമെന്ന് പറഞ്ഞ് ആമേൻ മനുഷ്യന്റെ മുമ്പിൽ കൈനീട്ടാൻ തയ്യാറാകുന്നത്. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ അന്ത്യകാലഘട്ടത്ത് നാം നമ്മുടെ ശൂന്യതകളെ ഒന്ന് തിരിച്ചറിയാൻ തയ്യാറായിട്ട്, ദൈവമേ എന്നെ സഹായിക്കണം, എനിക്കിങ്ങനെ പോയാൽ പോരാ, എൻ്റെ നഷ്ടപ്പെട്ട കാഴ്ചപ്പാടുകൾ, ഇല്ലേ? ഇന്നലകളിലെ കാഴ്ചപ്പാട് ഇന്നുണ്ടോ? ആരും ഒന്നും മിണ്ടുന്നില്ല. സ്തോത്രം. എന്നാ തീഷ്ണതയായിരുന്നു, അല്ലേ? ഈ സ്നാനപ്പെട്ടൊക്കെ കയറി വരുമ്പം കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊരു ആവേശം നമ്മുടെ അകത്തുണ്ടായിരുന്നു. ലജ്ജയില്ലായിരുന്നു സുവിശേഷത്തെക്കുറിച്ച്. വാതുറന്ന് എല്ലാവരോടും സുവിശേഷം പറയാൻ ഒരു നല്ല മനസ്സ് നമുക്കുണ്ടായിരുന്നു. ആമേൻ. ഇന്നലകളിലെ വിശുദ്ധി നമുക്കുണ്ടോ? ആമേൻ. നമ്മുടെ വിശുദ്ധ ജീവിതത്തിന് തടസ്സമായ ഒരു കാര്യത്തിൽ നമ്മൾ ഇടപെടത്തില്ലായിരുന്നു. ഞാൻ പണ്ട് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്, TV ഓണായിട്ടിരിക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ റൂമിൽ നിന്ന് അപ്പുറത്തെ റൂമിലോട്ട് പോകുമ്പം അങ്ങോട്ട് നോക്കാൻ പോലും മനസ്സില്ലാതെ നമ്മൾ പോകുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പം അവിടെ 2 മിനിറ്റ് നിന്നൊന്ന് നോക്കി വെച്ചിട്ടാണ് പോകുന്നത്. അതെ, എല്ലാ കാര്യത്തിനകത്തും ഇന്നലകളിലെ വിശുദ്ധി കുറഞ്ഞ, ഇന്നലകളിലെ കാഴ്ചപ്പാട് കുറഞ്ഞ, ഇന്നലകളിലെ വിശ്വാസം കുറഞ്ഞു പോയ, അല്ലേ? വിശ്വാസം വലിയ വിശ്വാസമായിരുന്നു. ഒരു ശാരീരിക ബലഹീനത വന്നാൽ നമ്മൾ ആദ്യം അഭയപ്പെടുന്നത് ദൈവസന്നിധിയിലാണ്. കർത്താവേ, എൻ്റെ കുഞ്ഞിനെ സൗഖ്യമാക്കണം, അല്ലെങ്കിൽ എന്നെ സൗഖ്യമാക്കണമെന്ന് പറഞ്ഞ് ദൈവസന്നിധിയിലിരുന്ന് കരയുന്ന ഒരു വലിയ വിശ്വാസത്തിന് നമ്മൾ അധീനരായിരുന്നു. ഇന്ന് ഒരു ശാരീരിക ബലഹീനത വന്നാൽ നമ്മൾ ആദ്യം ചോദിക്കുന്നത്, ഇതിൻ്റെ സ്പെഷ്യലിസ്റ്റ് ഏതാ? അടുത്ത ഫോൺ വിളിച്ചിട്ട് അടുത്ത ആൾ ചോദിക്കുന്നത്, ഭാഷ ഇന്നൊരു ചില ഭാഷന്മാരെ വിളിച്ചിട്ടാണ് ചോദിക്കുന്നത്, ഇന്ന പ്രശ്നമുണ്ട്, ആരാണ് ഇതിൻ്റെ സ്പെഷ്യലിസ്റ്റ്? എവിടെ പോയാൽ ഇതിനെ കിട്ടും? ഭാഷന്മാരാണെങ്കിൽ കൃത്യമായിട്ട് സ്തോത്രം ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പം നമുക്കൊരു ദാരിദ്ര്യം ഉണ്ടാകണം. കർത്താവേ, എൻ്റെ ഇന്നലകളിലെ അനുഭവങ്ങളിൽ നിന്ന് എനിക്ക് എവിടെയൊക്കെയോ ചില ശൂന്യതകൾ സംഭവിച്ചിരിക്കുന്നു എന്നൊരു ബോധ്യത എൻ്റെ അകത്ത് വരുമ്പോഴാണ് ഒരു ദരിദ്രനെ പോലെ, ദൈവമേ ഇങ്ങനെ പോയാൽ പോരാ, അവനെന്ന ഒരു പരമാർത്ഥ മനസ്സ് നമ്മുടെ അകത്ത് ഉണരാനിടയായി തീരത്തുള്ളൂ.
ഇല്ലേ? നമ്മൾ സത്യം പറഞ്ഞാൽ ലെബോദിക്ക സഭ പോകുന്ന പോലെയല്ല പോകുന്നത്, എല്ലാം ഉണ്ടെന്നും പറഞ്ഞല്ലേ പോകുന്നത്. സംഗതി പോയി എവിടെയൊക്കെ ഇടിച്ച് നിൽക്കുമ്പോഴാണ് കർത്താവേ എന്നൊരു വിളി നമ്മുടെ അകത്തുനിന്ന് വരുന്നത്. കുഞ്ഞെ ഇന്നേ വിളിച്ചു തുടങ്ങണം. നിന്റെ കുഞ്ഞിൻ്റെ നാളത്തെ ഭാവിയെ ഇന്നേ കണ്ടേച്ചിട്ട് വിളിക്കണം. ദൈവമേ എൻ്റെ കുഞ്ഞിൻ്റെ ഭാവിയെ ധന്യമാക്കണേ എന്ന് ആമേൻ ദൈവസന്നിധിയിൽ ഒരു നിലവിളി നിന്റെ അകത്തുണ്ടാകണം. എങ്ങനെയൊക്കെ പൊക്കോളുമെന്ന് പറഞ്ഞ് പോകാനല്ല, നിന്നെ ഏൽപ്പിച്ച ദൗത്യമാണ്. നീ എന്നെ ചൊല്ലി കരയരുത്, നീ നിന്നെയും നിന്റെ തലമുറയെയും ചൊല്ലി കരയണ. ആമേൻ കുഞ്ഞിന്റെ ഭാവി മാത്രമോ, നിന്റെ നാളുകളിലേക്ക് നോക്കിയേക്കിട്ട് ആമേൻ നീ ദൈവസന്നിധിയിൽ നിലവിളിക്കാൻ തയ്യാറാകണം. ആമേൻ സുവിശേഷം പറയാതെ ആമേൻ അനേകരോട് ആമേൻ യേശുവിനെ പറയാൻ അവസരം തന്നിട്ട് ഇതൊന്നും ചെയ്യാതെ പോയാൽ നിത്യത ചെല്ലുമ്പോ കണക്ക് പറയണമെന്ന ബോധ്യം നിന്റെ അകത്തുണ്ടാകുമ്പോ ദൈവമേ എന്നൊരു വിളി, ഇത് പറയാനൊരു കൃപ എനിക്ക് തരണം. ഒരാത്മാവിന്റെ ദാരിദ്ര്യം നമ്മുടെ അകത്തുണ്ടാകട്ടെ. എനിക്ക് പ്രവചിക്കാൻ കൃപ തരണമേ. ആമേൻ എനിക്ക് വെളിപ്പാട് തരണമേ. എനിക്ക് പാടാൻ കൃപ നൽകണമേ. കർത്താവിന്റെ നാമത്തിന് വേണ്ടി ചിലത് ചെയ്യാ കൃപ തരണമെന്ന് പറഞ്ഞ ഒരു യാചകനെ പോലെ ആത്മാവിന്റെ ശൂന്യത തിരിച്ചറിഞ്ഞ ദൈവസന്നിധിയിൽ നിന്ന് നിലവിളിക്കാൻ ഒരു നല്ല മനോഭാവം നമുക്കുണ്ടാകണം. ഒരു നല്ല സ്വതന്ത്രം പറഞ്ഞാട്ടെ, സ്വതന്ത്രം. അപ്പോൾ ഇവിടെ ഈ പരീശൻ പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ പ്രാർത്ഥനയ്ക്കകത്തൊന്നും ഒരു യാചനയില്ല. അവൻ ഒരു ആവശ്യബോധം അവൻ പറയുന്നില്ല. ലബോദിക്ക സഭയിലെ പ്രിയപ്പെട്ടവർ പറയുന്ന പോലെ ഞങ്ങൾ സമ്പന്നന്മാരാണ്, ഞങ്ങൾ പെർഫെക്റ്റ് ആണെന്ന് ആമേൻ പറഞ്ഞ് ഒരു നീണ്ട പ്രാർത്ഥന, ഞാൻ ദശാംശവും ആമേൻ അതുപോലെ കൃത്യമായിട്ട് ഉപവസിക്കുന്നുണ്ട്, ഇതൊക്കെ പറഞ്ഞ് തന്നെ തന്നെ ഒരു നീതിമാനായിട്ട് തെളിയിക്കാൻ നോക്കുകയാണ്. ഒത്തിരി കാര്യങ്ങൾ ഇവിടെ വിശദീകരിപ്പാനുണ്ട്. സ്തോത്രം. സമയം ഓടിയാ മുന്നോട്ട് പോകുന്നത്. ആമേൻ കർത്താവിൻ്റെ ദാസൻ എനിക്ക് പിന്നാലെ ഉണ്ടല്ലോ. എന്നാൽ ആ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന ഒന്ന് വായിച്ച്, താൻ ഇങ്ങനെ ഒരു പ്രശംസയായിട്ട് പറയാൻ തനിക്കില്ല. താൻ ആമേൻ തൻ്റെ കുറവുകളെ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന ഒന്ന് വായിച്ചാട്ട്. അവൻ അങ്ങോട്ട് ദൈവമുഖത്തേക്ക് നോക്കാൻ പോലും കഴിയുന്നില്ല. ഈ കോടതിയിലൊക്കെ പ്രതി പോയി നിൽക്കുന്ന പോലെ ആമേൻ ജഡ്ജിയുടെ മുഖത്തേക്ക് പോലും നോക്കാൻ ത്രാണിയില്ലാത്തതുപോലെ അവൻ ദൈവമുഖത്തേക്ക് പോലും നോക്കിയത് അവൻ പറയും, പാപിയായ എന്നോട് താൻ ആരാണെന്ന് തനിക്ക് വലിയ ബോധ്യതയുണ്ട്. നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോഴേ ഈ സന്ധ്യാസമയത്തൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നിരിക്കുമ്പം കർത്താവേ എന്നോട് കരുണയുണ്ടാകണം, ജീവിതത്തിൻ്റെ കുറവുകളൊക്കെ ഒന്ന് കഴുകി ഒരു ശുദ്ധീകരണത്തോടെ നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത്. സ്തോത്രം. ഇതുപോലെ താൻ പറയുകയാണ്, ഞാനൊരു പാപിയാണ്, എന്നോട് കരുണയുണ്ടാകണം. എത്ര നല്ല വരികളാണ്. എന്നിട്ട് താൻ പറയുന്നത് എന്നാണ്? ആമേൻ മാറത്തടിച്ച് ആമേൻ ഹൃദയം തകർന്ന് അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, എന്നോട് കരുണയുണ്ടാകണമേ. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്ന അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ചിലരുടെ പ്രാർത്ഥന നമ്മൾ കണ്ടിട്ടില്ലേ, തകർന്ന് ദൈവത്തിന് നിലവിളിച്ച് പ്രാർത്ഥിച്ച് അല്ലേ, ആ പ്രാർത്ഥനയ്ക്ക് സ്പോട്ടിൽ മറുപടിയാണ്. അതിനകത്ത് ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന കാണാം. ചിലരുടെ പ്രാർത്ഥന കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര ഭക്തിയുടെ പ്രാർത്ഥനയാണ്, പക്ഷേ ചുമ്മാ പറയുന്നതല്ലാതെ ദൈവം ഒന്നും എന്ത് ചെയ്യുന്നില്ല, കേൾക്കുന്നില്ല. ഞാൻ ഒരു സെമിനാരി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സെമിനാരിലൊരു മനുഷ്യൻ വന്നു. അപ്പം അദ്ദേഹം വലിയ സമ്പന്നനായിട്ടാണ് ആ സെമിനാരി വരുന്നത്. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, 100 ജോലിക്കാർ ഇന്ന സൈറ്റിൽ പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഇന്ന സ്ഥലത്ത് ഒരു സൈറ്റ് എടുത്ത് അവിടെ വലിയ ബിൽഡിങ്ങുകൾ കൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഇങ്ങനൊരു കോളേജ് ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ നിങ്ങളെ ഇന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. നന്നായിട്ട് ദൈവത്തിൻ്റെ വചനമൊക്കെ പറയുന്നൊരു മനുഷ്യൻ. അപ്പം എന്നെ കണ്ടപ്പോൾ ഞാനാണ് അന്ന് അവിടുത്തെ ശുശ്രൂഷകൻ. അപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ പേരൊക്കെ ചോദിച്ചിട്ട് എന്നോട് പറഞ്ഞു എങ്ങനെയാണ് വരികയും പോവുകയും ചെയ്തത്. ഞാൻ പറഞ്ഞു നടന്നാൽ വരികയും പോവുകയും ചെയ്തത്, അന്ന് വണ്ടിയൊന്നുമില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, പാഷയ്ക്ക് എൻ്റെ ഒരു ബൈക്ക് അവിടെ ഇരിപ്പുണ്ട്, ആ ബൈക്ക് പാഷയ്ക്ക് തരാം. എനിക്ക് ഒത്തിരി ആശ്വാസമായി. ഒത്തിരി നാൾ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുടെ മറുപടിയാണ് ഒരു വലിയ വണ്ടിയൊക്കെ ബൈക്കൊക്കെ കിട്ടുക എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പാളിനോട് പറഞ്ഞു, ഈ ബൈബിൾ കോളേജിന് ഒരു ഇത്ര ലക്ഷം രൂപ ഞാൻ സ്പോൺസർ ചെയ്യുന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് പ്രാർത്ഥിക്കാതിരിക്കാന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ പറയുകയാണ് ഈ മനുഷ്യൻ കള്ളനാണ്. അപ്പം അന്നൊക്കെ നല്ല ജ്വലിച്ച് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഇതുവല്ലതും പറഞ്ഞാൽ പ്രിൻസിപ്പാൾ അന്നേരം എന്നെ അവിടെ നിന്ന് ഇറക്കിയും വിടും. അപ്പം ഒന്നും പറയാനും പറ്റത്തില്ല. അപ്പം എൻ്റെ മനസ്സിനകത്ത് ഇദ്ദേഹം പറഞ്ഞ ഓഫറൊക്കെ ഭയങ്കര സന്തോഷമായിട്ട് നിൽക്കുകയും ചെയ്യുക.
ഞാൻ നോക്കുമ്പോൾ ഈ മനുഷ്യനെ ഞാൻ നോക്കുമ്പോൾ കണ്ണുനീരിങ്ങനെ കണ്ണിൽ നിന്ന് ഒഴുകി, ഈ കവിളിലൂടെ ഒഴുകി, ഉടുപ്പേലൊക്കെ വീണ് കണ്ണുനീരിങ്ങനെ ചെതറി കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വലിയ പ്രാർത്ഥനാ മനുഷ്യൻ. ദീർഘമായ സമയങ്ങൾ ഇങ്ങനെ മുട്ടേ നിന്ന് കരഞ്ഞ് ഒരു പ്രാർത്ഥനയും കൂടെ അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് പോകാൻ നേരത്തെ ഒരു 5000 രൂപ, ഒത്തിരി വർഷം മുമ്പാണ്, 2002 എടുത്ത് പ്രിൻസിപ്പാളിൻ്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞ് കുഞ്ഞുങ്ങൾക്കെല്ലാം ബിരിയാണി മേടിച്ച് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ച് സന്തോഷം. ഇദ്ദേഹം പിറ്റേന്നും വന്നു നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് എല്ലാവരോടും ഇന്ന് ഭയങ്കര പ്രാർത്ഥന. എൻ്റെ മനസ്സിനകത്ത് പിന്നെ ഈ ഭാഗം ഇങ്ങനെ വരും, ഇയാൾ കള്ളനാണ്. അപ്പം ഞാൻ നമ്മുടെ കൂടെ അന്നുണ്ടായിരുന്ന ചില പ്രിയപ്പെട്ടവരുണ്ട്, അവരോട് ഈ കാര്യങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്തു. അവരോട് എനിക്ക് അങ്ങനെയൊന്നും പറയരുത്, ഒക്കെ നമ്മുടെ മുന്നിൽ പിശാച് തോന്നിക്കുന്ന ചില തോന്നലുകളാണെന്ന് പറഞ്ഞു. ഞാൻ ദൈവത്തോട് ക്ഷമയൊക്കെ ചോദിച്ച് 2ാമത്തെ ദിവസവും ഇദ്ദേഹം വന്നു. 2ാമത്തെ ദിവസവും പൈസയൊക്കെ തന്നു, ഞങ്ങൾക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ചു. ഇന്ന് വയനാട്ടിലൊക്കെ ഒത്തിരി പട്ടിണിയുടെ സമയമാണ്. അങ്ങനെ 3ാമത്തെ ദിവസം ഇദ്ദേഹം വരികയാണ്. ഇദ്ദേഹം വന്ന് എല്ലാവർക്കും വലിയ സ്പോൺസർ ആയിട്ടുള്ള വലിയ ഓഫറുകളൊക്കെ പറഞ്ഞു. അദ്ദേഹം പെട്ടെന്ന് ഒരു ഫോൺ കോൾ അറ്റൻഡ് ചെയ്തിട്ട് പ്രിൻസിപ്പാളിനോട് പറയുകയാണ്, എൻ്റെ സൈറ്റിലെ പണിക്കാർക്ക് അത്യാവശ്യമായിട്ട് ഇന്ന് സാലറി കൊടുക്കേണ്ട ദിവസമാണ്. അപ്പം ഞാൻ ഇങ്ങനെ സാലറിയുടെ ഒരു ക്രമീകരണം പെട്ടെന്ന് ഉണ്ടായില്ല, അതുകൊണ്ട് എനിക്ക് അത്യാവശ്യമായിട്ട് 1 ലക്ഷം രൂപ തരണം. എത്ര കറക്റ്റ് എമൗണ്ട് ഞാൻ ഓർക്കുന്നില്ല, ഒരു വലിയ ഹ്യൂജ് എമൗണ്ടാണ്. അപ്പോൾ തരണം, നാളെ അത് ഇരട്ടിയായിട്ട് തിരിച്ചു തരും. ഈ ഓഫർ ചെയ്ത കാര്യങ്ങളൊക്കെ അവർക്ക് മേടിച്ചും കൊടുക്കണം. എന്നോട് പറഞ്ഞു നാളെ ഇന്ന സ്ഥലത്ത് വന്ന് വണ്ടി എടുക്കണം എന്നൊക്കെ പറഞ്ഞ്. ഞാൻ പറഞ്ഞു ഓക്കെ എന്നൊക്കെ പറഞ്ഞ്. പ്രിൻസിപ്പാളിന് സന്തോഷം, സെമിനാരിയല്ലേ, അവർ പെട്ടെന്ന് ചെക്കൊക്കെ എഴുതി പുള്ളിക്ക് കൊടുത്തു. പുള്ളി ചെക്കൊക്കെ മാറി. പിന്നെ ഇന്ന് വരെ ഞാൻ പുള്ളിയെ കണ്ടിട്ടില്ല. പ്രിൻസിപ്പാൾ ആകെ തകർന്ന് വല്ലാതായിപ്പോയി. അപ്പം ഞാൻ രഹസ്യമായിട്ട് ഈ പറഞ്ഞവരും എന്നോട് പറഞ്ഞു അത് ദൈവാത്മാവ് പറഞ്ഞതായിരുന്നു. സ്തോത്രം. അപ്പം ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത ഞാൻ പറഞ്ഞു. അദ്ദേഹം നീട്ടി നിവർത്തി വലിയ വിശാലമായി പ്രാർത്ഥിക്കുന്ന കേട്ടപ്പം എല്ലാവരും ചിന്തിച്ചു ഇപ്പം സ്വർഗം ഇറങ്ങി വരും, ഇപ്പം മറുപടി ഉണ്ടാകും. ഒരു കഥയില്ലാത്ത കാര്യമാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, പ്രാർത്ഥന നമ്മുടെ അകത്തു നിന്നാണ് വരേണ്ടത്. നാം ആരാണെന്നൊരു ബോധ്യത നമ്മുടെ അകത്തുനിന്നുണ്ടാകണം. ഏലിയാവ് പ്രാർത്ഥിച്ചില്ലേ, അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും ഇസ്രയേലിൻ്റെയും ദൈവമായ യഹോവേ, ഞാൻ ആരാണ്? ഞാൻ നിന്റെ ദാസനാണ്. ഇല്ലേ, താൻ ഒന്നുമല്ലെന്ന് ദൈവസന്നിധി തുറന്ന് സമ്മതിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നിന്റെ ഹിതപ്രകാരമാണെന്നോ, ഈ ദേശത്ത് ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അത് നീയാണെന്നും തെളിയേണ്ടതിന് എന്ന് പറഞ്ഞ് ഏലിയാവ് പ്രാർത്ഥിച്ചു. ക്ഷണത്തിൽ മറുപടി വെളിപ്പെടാനിടയായെന്നാണ് തിരുവചനത്തിനകത്ത് വായിപ്പാനിടയായത്. ആ പദം എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഞാൻ നിന്റെ ദാസനാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകണമെങ്കിൽ നാം നമ്മെ തൻ്റെ ദൈവസന്നിധിയിൽ നിന്ന് താഴ്ത്തി ദൈവമുഖം അന്വേഷിച്ച് പരമാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോഴാണ് കർത്താവ് മറുപടി നൽകിത്തരാനിടയാകുന്നത്. എഫെസ്യ ലേഖനവും കൊലോസ്യ ലേഖനവും ഒക്കെ ഞാൻ വായിച്ച് അവിടെയൊക്കെ പ്രാർത്ഥനയിൽ യേശു കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥന വായിച്ചു. ഇതിനകത്തൊന്നും യേശുവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥന, ഇതൊക്കെ ഞാൻ ഇന്ന് പകൽ അല്പനേരം വായിച്ചു. ഇവിടെയൊന്നും ആവശ്യങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ദൈനംദിനമായിട്ടുള്ള കാര്യം, വീടിൻ്റെ കാര്യമോ കാറിൻ്റെ കാര്യമോ വണ്ടിയുടെ കാര്യമോ ഇതൊന്നും അല്ല ഇവിടുത്തെ പ്രാർത്ഥന ആവശ്യം. നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കേണ്ടത്, നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ വളരേണ്ടത്, നാം ക്രിസ്തുവിൽ വേരൂന്നേണ്ടതിന് നമ്മുടെ ആത്മമനുഷ്യൻ്റെ വലിയ വിശാലതയാണ് ഇവിടെ എല്ലാം പ്രാർത്ഥിക്കുന്നത്. ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമ്പോൾ പോലും ഒരു വാക്ക് മാത്രമാണ്, അന്നന്ന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണം. ബാക്കിയെല്ലാം നമ്മുടെ ആത്മമനുഷ്യനെ സംബന്ധിക്കുന്ന വിഷയങ്ങളാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയരെ, നമ്മുടെ പ്രാർത്ഥന പരമാർത്ഥതയുടെ പ്രാർത്ഥനയാകട്ടെ. ദൈവരാജ്യത്തിൻ്റെ വിശാലതയ്ക്ക് വേണ്ടി നമ്മളെ ഉപയോഗിക്കാൻ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മളെ ഏൽപ്പിച്ച് നമുക്ക് ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ കർത്താവിൻ്റെ സന്നിധിയിൽ അടയ്ക്കാം. സ്തോത്രം. ചുങ്കക്കാരനായ മനുഷ്യൻ മാറത്തടിച്ച് ദൈവമുഖത്തേക്ക് പോലും നോക്കാൻ ത്രാണിയില്ലാതെ നിലവിളിച്ചു പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടായെങ്കിൽ പരീശൻ്റെ പ്രാർത്ഥന അവൻ അവനോട് തന്നെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയായി പര്യവസാനിച്ചെങ്കിൽ ഒരു സ്വയശോധനയ്ക്ക് നാം നമ്മെ തന്നെ ഒന്ന് വിധേയരാക്കാം. ലവോദിക്ക സഭയെപ്പോലെ എല്ലാം ഉണ്ട്, സമ്പന്നനാണെന്ന് പറഞ്ഞിരിക്കാതെ, ഒന്നുമില്ല കർത്താവേ, ഞാൻ അരിഷ്ടനാണ്, ഞാൻ നഗ്നനാണ്, ഞാൻ അശുദ്ധനാണ്, എൻ്റെ കുറവുകളെ ഒന്ന് തിരിച്ചറിഞ്ഞിട്ട് കണ്ണിലെഴുതാൻ ലേപം, ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പ്, തീയിലൂതിക്കഴിച്ച പൊന്നെനിക്ക് തരണം കർത്താവേ, നിത്യതയിൽ കയറിപ്പറ്റേണ്ടതിന് എല്ലാ അശുദ്ധികളെയും നീക്കണമേ എന്ന് പറഞ്ഞ് പരമാർത്ഥമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം.